ഓരോ മനുഷ്യന്റെയും ഹൃദയതാളമാണ് ജീവന്റെ അടിസ്ഥാനം. തെറ്റുന്ന ഹൃദയതാളങ്ങൾ ശരിയാക്കാൻ ഒരു മഹാമലയാളിയുണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ. ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന ലോക പ്രശസ്ത ഹൃദ്രോഗ ചികിത്സകൻ ഡോക്ടർ MS വല്യത്താൻ. ആരായിരുന്നു അദ്ദേഹം എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ എല്ലാമായിരുന്നു എന്ന മറുപടിയാണ് ഏറ്റവും അനുയോജ്യം. മലയാളിയായി ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുകയും ആതുര സേവനം നടത്തുകയും മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉടമയാവുകയും ചെയ്ത മഹാഭിഷഗ്വരൻ. ഔദ്യോഗിക ജീവിതത്തിന്റെ പാതിയോളം കാലം അദ്ദേഹം അമേരിക്കയിലായിരുന്നു. പിന്നീട് നാട്ടിലെത്തി നാടിനു വേണ്ടി, നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തെ 48-ാം വയസ്സിൽ കേരളത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം കെട്ടിപ്പടുത്തൊരു വലിയ പ്രസ്ഥാനമുണ്ട്. തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഇന്നും മലയാളിയുടെ ആരോഗ്യ സംരക്ഷണത്തിലും ആരോഗ്യ സേവനത്തിലും അവസാന വാക്കാണ് തലസ്ഥാനത്തെ ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട്. 1934 മെയ് 24-നായിരുന്നു മാവേലിക്കര രാജകുടുംബത്തിൽ മാർത്താണ്ഡവർമ്മയുടെയും ജാനകി വർമ്മയുടെയും മകനായി MS വല്യത്താന്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ മാവേലിക്കരയിലെ സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു. പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പൂർത്തിയാക്കി. 1956-ലാണ് അദ്ദേഹം MBBS ബിരുദധാരിയായത്. പിന്നീട് വിദേശത്ത് ഉന്നത പഠനത്തിന് പോയി. ലിവർപൂൾ സർവകലാശാലയിൽ സർജറിയിൽ വിദഗ്ധ പരിശീലനം നേടി. ഇംഗ്ലണ്ടിലെ എഡിൻബർഗ് സർജസ് റോയൽ കോളേജിൽ ഫെലോഷിപ്പ് നേടി ഉപരിപഠനം നടത്തി. ലിവർപൂളിൽ മടങ്ങിയെത്തി സർജറിയിൽ മാസ്റ്റേഴ്സും സ്വന്തമാക്കിയതോടെയാണ് ഹൃദ്രോഗ ചികിത്സയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. കുറച്ചുകാലം ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചസിൽ ഫാക്കൽറ്റി മെമ്പറായും പ്രവർത്തിച്ചു. കാർഡിയാക് സർജറിയിൽ ഉന്നത പഠനത്തിനായി വൈകാതെ അദ്ദേഹം വിദേശത്തേക്ക് മടങ്ങി. അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ്, ജോർജ് വാഷിംഗ്ടൺ, ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ആശുപത്രികളിൽ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് സജീവമായി. കാനഡയിൽ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് അദ്ദേഹത്തിന് 1970-ൽ ഫെലോഷിപ്പും നൽകി. വൈകാതെ അദ്ദേഹം വിദേശവാസം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സഹപ്രവർത്തകരും അധ്യാപകരുമെല്ലാം അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. മണ്ടൻ തീരുമാനമെന്നാണ് വല്യത്താനോട് എല്ലാവരും അന്ന് പറഞ്ഞത്. പക്ഷേ സ്വദേശത്തിനായി തന്റെ ജീവിതവും വൈദ്യമികവും സമർപ്പിക്കണമെന്ന ആഗ്രഹം തടസ്സമായില്ല. അങ്ങനെയാണ് 1972-ൽ ഇന്ത്യയിൽ മടങ്ങിയെത്തി ചണ്ഡീഗഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചിലും മദ്രാസ് IITയിലും വിവിധ ഫാക്കൽറ്റികളിൽ അംഗമായത്. ഈ സമയത്താണ് കേരളത്തിന്റെ എക്കാലത്തെയും ഏറ്റവും ലാളിത്യമുള്ള മുഖ്യമന്ത്രി എന്ന് പേരുകേട്ട C. അച്യുതമേനോൻ വല്യത്താനെ ആ മഹാദൗത്യമേൽപ്പിച്ചത്. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജീവൻ നൽകണം. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ സെന്റർ അതിനായി വല്യത്താന് വിട്ടു നൽകി. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സജ്ജമാക്കണമെന്നായിരുന്നു അച്യുതമേനോന്റെ നിർദ്ദേശം. ഈ ദൗത്യം പൂർത്തിയാക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും അധികാരവും വല്യത്താന് നൽകാനും അച്യുതമേനോൻ ശ്രദ്ധിച്ചു. 2 വർഷത്തിനുള്ളിൽ വല്യത്താൻ അച്യുതമേനോന് നൽകിയ വാക്കു പാലിച്ചു. കാർഡിയോ വാസ്കുലാർ ന്യൂറോളജി ചികിത്സകൾക്കായി ശ്രീ ചിത്ര സെന്ററിൽ ആശുപത്രി സജ്ജമായി. കേന്ദ്ര സർക്കാരിന്റെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് കൗൺസിലിംഗിന്റെ പൂർണ്ണമായ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപന പദവിയും ശ്രീ ചിത്രയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകി. 5 വർഷം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ഇതിനോടകം തന്നെ ഹൃദയവാൽവ് വികസിപ്പിക്കുന്ന ദൗത്യം വല്യത്താനും സംഘവും ശ്രീ ചിത്ര കേന്ദ്രമാക്കി തുടങ്ങിയിരുന്നു. അന്ന് വരെ വിദേശത്തു നിന്ന് എത്തിച്ചിരുന്ന വാൽവുകൾ ഉപയോഗിച്ചായിരുന്നു ഹൃദയ ശസ്ത്രക്രിയ. വാൽവിനും അതുവഴി ഹൃദയ ശസ്ത്രക്രിയയ്ക്കും വേണ്ടി വന്നിരുന്നത് സാധാരണക്കാർക്കൊന്നും താങ്ങാനാവാത്ത ചെലവായിരുന്നു. ഇതിനൊരു പരിഹാരം കാണുക എന്നതായിരുന്നു വല്യത്താന്റെ ലക്ഷ്യം. ആദ്യത്തെ 3 പരീക്ഷണങ്ങളും വലിയ പരാജയമായിരുന്നു എന്നതാണ് സത്യം. ആദ്യം പന്നിയുടെ ഹൃദയവാൽവിൽ നിന്ന് മനുഷ്യന് വേണ്ട ഹൃദയവാൽവ് നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. അന്ന് കൂത്താട്ടുകുളത്ത് മാത്രമായിരുന്നു പന്നികളെ അറവ് ചെയ്യാൻ സർക്കാരിന്റെ അംഗീകാരമുണ്ടായിരുന്ന സ്ഥലമുണ്ടായിരുന്നത്. അതും ഒരെണ്ണം മാത്രം. ഇവിടെ ഒരു മാസം 200-ൽ താഴെ പന്നികളെയാണ് അറവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹോമോഗ്രാഫ്റ്റ് വാൽവുകൾ വികസിപ്പിക്കാനുള്ള ശ്രമം വലിയ വിജയമായില്ല. തുടർന്ന് ടിൽറ്റിംഗ് ഡിസ്ക് ഡിസൈനിൽ വാൽവ് നിർമ്മിക്കാൻ വല്യത്താനും സംഘവും തയ്യാറെടുപ്പ് തുടങ്ങി. അതും പ്രയോഗതലത്തിൽ അത്ര വിജയമായില്ല.
വിവിധ സാഹചര്യങ്ങളാണ് പരാജയമായിരുന്നു ഫലം. ആദ്യത്തെ സ്ട്രെറ്റുകൾ ഇലക്ട്രോൺ ബീം കൊണ്ട് വൈൽഡ് ചെയ്താണ് വികസിപ്പിച്ചത്. 360 ദശലക്ഷം സൈക്കിളുകളിലായി ഡിസ്ക് മൂവ്മെന്റ് പ്രതീക്ഷിച്ചെങ്കിലും 1 ലക്ഷം സൈക്കിളുകളായപ്പോഴേ മേജർ സ്ട്രെറ്റ് ഒടിഞ്ഞു. ഇത് തിരിച്ചടിയായി. രണ്ടാമത്തെ ശ്രമം ടൈറ്റാനിയം ഉപയോഗിച്ചും മൂന്നാമത്തെ ശ്രമം ഇന്ദ്രനീലം ഉപയോഗിച്ചും സ്ട്രെറ്റ് നിർമ്മിക്കാനായിരുന്നു. മൂന്നാമത്തെ പരിശ്രമം ആടുകളിൽ നടത്തിയ പരീക്ഷണത്തിൽ ആദ്യഘട്ടം വിജയമായെങ്കിലും 3-ാം മാസം ഒരു ആട് ചത്തതോടെ ആശങ്കയിലായി. 4ാമത് നടത്തിയ പരിശ്രമം വിജയത്തിലെത്തി. ലക്ഷക്കണക്കിന് ഹൃദ്രോഗികളിലാണ് ഈ വാൽവ് ഉപയോഗിച്ച ചികിത്സ നടത്തിയത്. വാൽവുകൾക്ക് പുറമെ ഡിസ്പോസിബിൾ ബ്ലഡ് ബാഗുകളുടെ നിർമ്മാണത്തിലും വല്യത്താന്റെ സംഭാവന വലുതായിരുന്നു. 20 വർഷമാണ് കേരളത്തിന്റെ തലയെടുപ്പുള്ള ആതുരാലയമായ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ തലപ്പത്ത് വല്യത്താൻ സേവനമനുഷ്ഠിച്ചത്. ഇതിനോടകം ശ്രീ ചിത്രയുടെ ഖ്യാതി കേരളത്തിന്റെയും ഇന്ത്യയുടെയും എല്ലാ അതിർത്തികളിലും കടന്നുപോയി. ലോകത്തെ തന്നെ പ്രധാന ചികിത്സാ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. 1999 ആയപ്പോഴേക്ക് ശ്രീ ചിത്രയിൽ നിന്ന് പടിയിറങ്ങിയ ഡോക്ടർ വല്യത്താൻ മണിപ്പാൽ സർവകലാശാലയുടെ നേതൃത്വത്തിലേക്ക് എത്തി. സർവകലാശാല രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ വൈസ് ചാൻസലറായി. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മാത്രമായിരുന്നില്ല ഡോക്ടർ വല്യത്താന്റെ പ്രവർത്തന മേഖല. ഇന്ത്യയുടെ വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിലും അദ്ദേഹത്തിന് അത്രയേറെ അവഗാഹമുണ്ടായിരുന്നു. ഹോമി ബാബ കൗൺസിലിന്റെ ഫെലോഷിപ്പോടെ ആയുർവേദത്തിൽ ആഴത്തിലുള്ള പഠനവും അദ്ദേഹം നടത്തി. അതിന്റെ ഫലമായി ദി ലെഗസി ഓഫ് ചരക എന്ന പുസ്തകം പുറത്തുവന്നു. നാഷണൽ റിസർച്ച് പ്രൊഫസറായിരിക്കെ സുശ്രുതനെയും വാഗ്ഭടനെയും കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഡോക്ടർ വല്യത്താൻ നേതൃത്വം നൽകി. ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും ഒന്നിച്ചു പോകണമെന്ന നിലപാടുകാരനായിരുന്നു അദ്ദേഹം. അതിന്റെ ഭാഗമായി ആയുർവേദ ബയോളജി എന്ന ചികിത്സയ്ക്ക് ചിന്താധാരയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. എ സയൻസ് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്ന ശീർഷകത്തിൽ ഈ രീതിയിൽ ഗവേഷണവും തുടങ്ങിയിരുന്നു. ലോകത്തിനും മനുഷ്യജീവനും ഇത്രയേറെ സംഭാവനകൾ നൽകിയ ഡോക്ടർ വല്യത്താൻ നിരവധി ബഹുമതികൾക്കും പുരസ്കാരങ്ങൾക്കും അർഹനാണ്. അതിലേറ്റവും പ്രധാനം രാജ്യം നൽകി ആദരിച്ച പത്മശ്രീയും പത്മവിഭൂഷണും തന്നെയാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ്, ഇന്ത്യൻ നാഷണൽ സയൻസസ് അക്കാദമി, നാഷണൽ അക്കാദമി ഓഫ് സയൻസസ്, നാഷണൽ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ്, ഇന്ത്യൻ നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവ നൽകിയ ഫെലോഷിപ്പുകൾ ചിലതു മാത്രം. ഫ്രഞ്ച് സർക്കാർ ഷെവലിയർ ബഹുമതി നൽകി ആദരിച്ചു. വിവിധ ആതുരാലയങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും നൽകിയ പുരസ്കാരങ്ങളും ബഹുമതികളും എണ്ണിയാൽ തീരില്ല. അത്രമേൽ കേരളത്തിന്റെയും മലയാളിയുടെയും അഭിമാനമായാണ് ഡോക്ടർ വല്യത്താൻ എന്ന ഡോക്ടർമാരുടെ വല്യത്താൻ സാർ വിടവാങ്ങുന്നത്. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഡോക്ടർ വല്യത്താനെ ഹൃദയത്തോട് ചേർത്താണ് നാം ഓർക്കുക.